RIS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യവർഷം സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റിയെ കുറിച്ചാണ്. സിറ്റി ഈ സീസണിൽ 0 ട്രോഫി ആയിട്ട് മടങ്ങുകയാണ്. അപ്പോൾ പെപ്പിന്റെ കരിയറിൽ തന്നെ ഇപ്പോൾ അവസാനത്തെ 7 കൊല്ലമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു ട്രോഫി ഇല്ലാതെ അവർ സീസൺ അവസാനിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ സീസണിൽ 0 ട്രോഫിയാണ്. അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു FA കപ്പിൽ ക്രിസ്റ്റൽ പാലസിനോട് 1-0 അവർ ചരിത്രപരമായൊരു നേട്ടം സ്വന്തമാക്കി. 120 കൊല്ലത്തിന് ശേഷമുള്ള ഒരു ട്രോഫി, അവർക്ക് മേജർ ട്രോഫി. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ സീസണിൽ 0 ട്രോഫി ഒന്നും വലിയ വിഷയമല്ല. അവർ 120 കൊല്ലം കാത്തിരുന്നിട്ടാണ് ട്രോഫി നേടിയത്. അപ്പോൾ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് പാടിയത്? അതോ പെപ്പിന്റെ യുഗം മാഞ്ചസ്റ്റർ സിറ്റിയിൽ അവസാനിച്ചു? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ കഴിഞ്ഞ സീസൺ വരെയൊക്കെ ബാഴ്സലോണ എന്താ കളിച്ചത് അതാണ് സിറ്റി കളിക്കുന്നത്. സിറ്റി എന്താണ് കഴിഞ്ഞ സീസൺ വരെ കളിച്ചത് അതാണ് ഈ സീസണിൽ ബാഴ്സലോണ കളിക്കുന്നത്. അല്ലേ? ശരിയല്ലേ? പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതാണ്. ബോർഡ് കിട്ടുക, അടുത്ത മൂവ്മെന്റിൽ പാസ്, അത് നമ്മൾക്ക് മനസ്സോട് തോന്നിക്കഴിഞ്ഞാൽ പാസ് കൊടുക്കാം. അതാണ് ബാഴ്സലോണ ഈ സീസണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത മൂവ്മെന്റ് അത് ബോർഡ് വെയിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ സിറ്റി ഈ സീസണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോർഡ് കാലിൽ ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സിറ്റിയുടെ ഈ ഒരു പരാജയത്തിന് മെയിനായിട്ടുള്ള കാരണങ്ങൾ അവരുടെ മിഡ്ഫീൽഡ് എഞ്ചിനായിരുന്ന റോഡ്രി പരിക്കായിട്ട് ഇന്നത്തെ മത്സരത്തിനാണ് ആൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ പരിക്കായിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ജൂലിയൻ ആൽവാരസ് ചങ്ങായൊക്കെ മാണിക്കാണ്. അവനെയൊക്കെ ചങ്ങായിനെയൊക്കെയാണ് വിട്ട് കളഞ്ഞത്. എന്തായാലും ഹാലണ്ട് അവിടെ ഉണ്ട്, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഹാലണ്ടിന് കോമ്പറ്റേറ്റ് ആയിട്ട് ചങ്ങായി ഉണ്ടായിരുന്നെങ്കിൽ അതൊരിക്കലും സിറ്റി വിട്ട് കളയരുതായിരുന്നു. അപ്പോൾ അതും ഒരു പഴമാണ്. പിന്നെ വാൾക്കർ വിങ്ങുകളിലില്ല. അങ്ങനെ കുറെ പരുക്കുകൾ, അതേപോലെ ബ്രൂണോ, കെവിൻ ഡു ബ്രോയിന്റെ പരുക്കിന് ശേഷമുള്ള ഫോമില്ലായ്മ ആളെ ഈ സീസണോടുകൂടി വിട പറയുകയാണ്. അതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ കുട്ടിക്ക് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ആയിരിക്കും കാരണം. അടുത്ത സീസണിൽ സിറ്റി ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് വിചാരിക്കാം. ഈ സീസണിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 5 തുടർ തോൽവികളൊക്കെ സിറ്റി ഈ സീസണിൽ വാങ്ങിയിട്ടുണ്ട്. ഇതുവരെയൊന്നും സിറ്റിയുടെ ഈ അടുത്ത കാലത്തൊന്നും ചരിത്രത്തിലൊന്നും ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് തോൽവികൾ വാങ്ങിയിട്ടില്ല. ഈ സീസണിൽ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് തോൽവികളും സമനിലകളും നേടിയിട്ടാണ് സിറ്റി ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. മേജർ ടൂർണമെന്റുകളെല്ലാം പുറത്തായി. FA കപ്പ്, കാർബൺ കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എല്ലായിടത്തും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയ്ക്ക് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാം സ്ഥാനത്തും 5ാം സ്ഥാനത്തും 6ാം സ്ഥാനത്തൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 1ഉം 2ഉം അല്ലാതെ അടുത്ത കുറേ കാലങ്ങളിൽ 7 സീസണിലൊക്കെ 5ഓ 6ഓ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചിട്ടുണ്ട്. അവസാനത്തെ 10 സീസൺ 7 സീസണെങ്കിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടൈറ്റ് അടിച്ച ടീമുകളാണ്. ചാമ്പ്യൻസ് ലീഗ് കളിച്ച 2023 പെപ്പിന് ട്രിപ്പിൾ നേടിയ ഇയറായിരുന്നു 2023. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുട്ബോളാണ്, അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും.